പടച്ചറബ് വരുത്തുകയില്ല. മാതാപിതാക്കളുടെ അമലിൽ നിന്ന് ഒരു കുറവും പടച്ചറബ് വരുത്താതെ ഈ കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് കൂട്ടിച്ചേർത്ത് കൊടുക്കും. കുല്ലുംരിഇം ബിമാ കസബ റഹീൻ. ഏത് മനുഷ്യനും അവൻ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ പ്രതിഫലത്തിന് അർഹനാണ്. ആ പ്രവർത്തനത്തിന് പണയം വെക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ ചെയ്ത പ്രവർത്തനം എന്താണോ അതിന്റെ പ്രതിഫലം നേരെ പരലോകത്ത് കൈനീട്ടി വാങ്ങാൻ ഭാഗ്യവാന്മാരാണ്. ഇവിടെ മോശം ചെയ്താൽ അതൊരിക്കലും സംഭവിക്കൂല. നാളെ പരലോകത്ത് നമ്മളിങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വലിയ വിഷമങ്ങളുടെ സന്ദർഭം ഉണ്ടാകും, ഒരുപക്ഷെ സന്തോഷമുള്ള സമയം ഉണ്ടാവും. ഇതേക്കുറിച്ചൊക്കെ വ്യാഖ്യാനിച്ചിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഖിറത്തിലെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കുട്ടി ചെറുപ്പത്തിൽ മരിച്ചു പോയാൽ ആ മാതാപിതാക്കൾക്ക് കിട്ടുന്ന ഗുണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സ് തുടികൊട്ടി പോകും അത് കേൾക്കുമ്പോൾ. കുഞ്ഞു പോയതിലുള്ള ദുഃഖം ഇപ്പൊ ചെറുപ്പത്തിൽ കുട്ടികൾ മരിച്ചുപോയ പലരുണ്ടാവും. ആ കുഞ്ഞുങ്ങൾ മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം. ആ വിഷമം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു സംഭവം. ഈ കുഞ്ഞു നാളെ ജനങ്ങളൊക്കെ മരിച്ചു പിരിഞ്ഞ് വിചാരണ കഴിഞ്ഞ് എല്ലാവരും പരലോകം പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സ്വർഗ്ഗലോകത്ത് ഈ കുട്ടി ഉണ്ടാവും. നമ്മളൊക്കെ മരിച്ചു പിരിയും, ഖിയാമം വരും, ഉറപ്പല്ലേ? ആ സന്ദർഭത്തിൽ ഈ കുഞ്ഞ് വിചാരണയൊക്കെ കഴിഞ്ഞ് ജനങ്ങളൊക്കെ ഫരീഖും ഫിൽ ജന്നത്തിയോ ഫരീഖും ഫിൽ സഈർ എന്ന് പറഞ്ഞ് വേർതിരിക്കപ്പെടും. ഈ വേർതിരിക്കപ്പെട്ട ആളുകളിൽ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഈ കുഞ്ഞ് വാപ്പയെയും ഉമ്മയെയും ഒക്കെ തരയും. ചെറുപ്പത്തിൽ വാപ്പയുടെയും ഉമ്മയുടെയും പരിലാളനെ ഏറ്റു വളർന്ന് ജീവിതം പൂർത്തീകരിച്ചിട്ടില്ലാത്തൊരു, ജീവിതം തുടങ്ങിയിട്ടില്ലാത്തൊരു കുട്ടി ചെറുപ്പത്തിൽ മരിച്ചുപോയാൽ സ്വർഗത്തിലായിരിക്കുമെന്ന കാര്യത്തിന് യാതൊരു തർക്കവുമില്ലല്ലോ. നിഷ്കളങ്കനായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് സ്വർഗത്തിൽ അവന്റെ മാതാപിതാക്കളെ തെരഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് വേവലാതിപ്പെടും. ആളുകളൊക്കെ മരിച്ചു പിരിഞ്ഞ് സ്വർഗത്തിൽ മുഴുവൻ ആളുകളും ചെന്നിട്ടും തന്റെ വാപ്പാനെ കാണാനില്ല, തന്റെ മാതാവിനെ കാണാനില്ല. ഇവൻ അന്വേഷിച്ചുകൊണ്ട് നടക്കും. അവൻ പടച്ചറബിനോട് പരാതിപ്പെടും, പടച്ചവനെ എന്റെ ഉമ്മാനെ കാണാനില്ല, എന്റെ ഉപ്പാനെ കാണാനില്ല. എന്നെ ഞാനാക്കിയ, പോറ്റി വളർത്തിയ, ഞാൻ സ്നേഹിച്ച് എനിക്ക് പൂതി തീരാതെ ഞാൻ മരിച്ചു പിരിഞ്ഞു പോരുമ്പോ എന്റെ ഉമ്മ, എന്റെ ഉപ്പ, ഞാൻ എന്റേതല്ലാത്ത കാരണത്താൽ മരിച്ചു പിരിഞ്ഞ് ഇവിടെ വന്ന് പടച്ചറബേ എനിക്കെന്റെ ഉപ്പയെ കാണണം, എനിക്കെന്റെ ഉമ്മയെ കാണണമെന്ന് ഈ കുട്ടി കരഞ്ഞു പറയുമെന്ന്. അങ്ങനെ കരഞ്ഞു പറയുന്ന കുട്ടിക്ക് സ്വന്തം മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ വിഷമിച്ചുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് ഈ കുട്ടി കരയുമ്പോ ആ കുട്ടിയുടെ മാതാപിതാക്കൾ എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ മലക്കളോട് ഉത്തരവിടുക. അബദ്ധവശാൽ ഒരുപക്ഷെ ഈ മാതാപിതാക്കൾ നരകവാസികളായിപ്പോയി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും മരിച്ചുപോയ കുഞ്ഞിന്റെ മാതാപിതാക്കൾ നമ്മൾ ആരെങ്കിലും നരകത്തിലായി പോയി എന്നിരിക്കട്ടെ. മരിച്ചു പിരിഞ്ഞാൽ മനുഷ്യനെ 3 വിധത്തിലാണല്ലോ വേർതിരിക്കപ്പെടുക. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്ക് നേരെ കൊണ്ടുപോകും, ഒരു കൂട്ടരെ നരകത്തിലേക്കും കൊണ്ടുപോകും. അവരതിൽ ശാശ്വതമായിരിക്കും. മൂന്നാമതൊരു വിഭാഗമുണ്ട്. ആ വിഭാഗം മുഅ്മിനീങ്ങളാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചു, പക്ഷേ കുറെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് സംഭവിച്ചു പോയി. മുഅ്മിനീങ്ങളാണ് എന്നതുകൊണ്ട് പടച്ചറബ് അവിടെ കാലാകാലവും നരകത്തിൽ നിക്ഷേപിക്കില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശിക്ഷക്ക് അവർ ചെയ്ത ഭൂമിയിലെ തെറ്റിന്റെ കണക്കനുസരിച്ച് ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. ആ കണക്കനുസരിച്ചുള്ള കാലം അവർ നരകത്തിൽ കിടക്കും, പിന്നെ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. അവൾ മുഅ്മിനീങ്ങളായ മാതാപിതാക്കളാണെങ്കിൽ അബദ്ധങ്ങൾ വല്ലതും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പടച്ചറബ് വിട്ടുപുറത്ത് മാപ്പ് ചെയ്യാത്ത വല്ല കുറ്റങ്ങളുമുണ്ടെങ്കിൽ അവരെ നരകത്തിൽ അതിന്റെ ശിക്ഷ കൊടുക്കും. പക്ഷേ കാഫിരീങ്ങളല്ലാത്ത കൊണ്ട് കാലാകാലവും അവർക്ക് നരകം കൊടുക്കില്ല. അവരെ ശിക്ഷയിൽ നിന്നും പടച്ചറബ് രക്ഷപ്പെടുത്തി പിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഖീദ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ തിരിച്ചു കൊണ്ടുവരപ്പെടുന്ന കൂട്ടത്തിലായിരിക്കും ഒരുപക്ഷെ ഈ മാതാപിതാക്കളെങ്കിൽ ഈ കുഞ്ഞ് അന്വേഷിക്കുന്ന സമയത്ത് അവർ സ്വർഗത്തിൽ ഉണ്ടാവില്ല. അവർ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നരകത്തിലേക്ക് ആപതിച്ചിരിക്കും. തന്റെ മാതാപിതാക്കളെ കാണാൻ കുഞ്ഞ് വളരെ വിഷമത്തോടുകൂടി പടച്ചറബിനോട് ആവശ്യപ്പെടുമ്പോ അള്ളാഹുവിന്റെ മാലാഖമാർ അവരെ നരകത്തിൽ കണ്ടെത്തുമ്പോൾ മുഅ്മിനീങ്ങളായ തെറ്റ് ചെയ്ത മാതാപിതാക്കൾ അബദ്ധവശാൽ സംഭവിച്ച തെറ്റിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുമ്പോ ആ മാതാപിതാക്കളെ ശരിക്കും ഈ കുഞ്ഞിന് കാണുന്നതിന് വേണ്ടി റബ്ബിന്റെ ഓർഡർ പ്രകാരം നരകശിക്ഷയിൽ അവർക്ക് തൽക്കാലം ഇളവ് കൊടുത്തുകൊണ്ട് പിന്നെയും തിരിച്ചു കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ കുഞ്ഞിനൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പടച്ചറബ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുമത്രേ. ഈ കുഞ്ഞിന് മാതാപിതാക്കളെന്ന് കാണിച്ചു കൊടുക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. സ്വാഭാവികമായും ഈ കുഞ്ഞ് തന്റെ മാതാക്കളെയും പിതാക്കളെയും അങ്ങനെ കാണുമ്പോൾ, ചെറുപ്പത്തിൽ മരിച്ചു പിരിഞ്ഞു പോകുന്ന ഒരു കുട്ടി മാതാവിനെയും പിതാവിനെയും വീണ്ടും കാണുമ്പോൾ, രക്തത്തെ തിരിച്ചറിയുമ്പോൾ, വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു രംഗം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക്.
ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ കാണുന്ന സന്ദർഭത്തിൽ അവരെ മനസ്സും കുഞ്ഞിന്റെ മനസ്സും ആ ഒരു സമാഗമത്തിന്റെ വീണ്ടുമുള്ള ഒരു കണ്ടുമുട്ടലിന്റെ ആ ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞ്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, മാതാവിന്റെ കയ്യിലും പിതാവിന്റെ കയ്യിലും പിടിച്ച് മാതാവിന്റെ മാറത്തണഞ്ഞുകൊണ്ട് ബാപ്പയെയും ഉമ്മയെയും അണഞ്ഞുകൂട്ടി പിടിച്ചുകൊണ്ട് വിടാതെ പിടിക്കും. ഈ ഒരു സന്ദർഭം അല്ലാഹുവിന്റെ പരിശുദ്ധതയിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ മലക്കുകൾക്ക് ലഭ്യമാകുന്നു. കുട്ടിക്ക് മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കുക എന്ന കടമ നിർവഹിച്ചിരിക്കുന്നു. ഇനി മാതാപിതാക്കളുടെ ബാക്കി ശിക്ഷ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവരെ കൊണ്ടുപോകണമെന്ന് പറയുന്നു. ആ സമയത്ത് മാതാപിതാക്കളെ കുഞ്ഞിൽ നിന്നും വേർപെടുത്തുന്ന രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ആ മാതാവിനെയും പിതാവിനെയും ഈ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും വേർപെടുത്തുന്ന രംഗം നിങ്ങളൊന്ന് ചിന്തിക്കും. ആ രംഗം നിങ്ങളൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നടക്കുമോ? അത് ഒരിക്കലും ആ കുട്ടി വിടില്ല. ആ കുഞ്ഞ് കരയും. പടച്ച റബ്ബിനോട് ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയും, പടച്ച റബ്ബേ, ഞാൻ എന്റെ കാരണത്താലല്ല മരിച്ചു പിരിഞ്ഞു പോന്നത്. നീ എന്നെ ചെറുപ്പത്തിലെ മരിപ്പിച്ചു. എനിക്ക് എന്റെ ഉപ്പയുടെ പരിലാളന ഏറ്റുവാങ്ങാൻ സാധ്യമായിട്ടില്ല. ഒരു കുടുംബജീവിതം പോലും ആസ്വദിക്കാൻ കഴിയാത്ത ആ കൊച്ചുകുട്ടി മരിച്ചു പിരിഞ്ഞു പോകുമ്പോ അതിന്റെ വേദന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ആ കുഞ്ഞ് പ്രകടിപ്പിക്കും. ആ കുഞ്ഞ് പടച്ച റബ്ബിനോട് ആവശ്യപ്പെടും, എന്റെ മാതാപിതാക്കളെ എന്റെ കൂടെ നിർത്തിത്തരണം. മുഅ്മിനീങ്ങളായ എന്റെ മാതാപിതാക്കളെ എന്റെ കൂടെ നിർത്തിത്തരണം. ആ കുഞ്ഞ് ഈ മാതാപിതാക്കൾക്ക് വേണ്ടി പടച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. റബ്ബിനോട് ഈ കുട്ടി കരഞ്ഞപേക്ഷിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിൽ വെച്ച് കുഞ്ഞ് കരയുന്ന രംഗം കാണുമ്പോൾ തന്റെ മലക്കുകൾക്ക് ഉത്തരവ് കൊടുക്കും, മലക്കുകളെ, ആ കുഞ്ഞിന്റെ കരച്ചിൽ എന്റെ റഹ്മത്ത് അവന്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. അവന്റെ വിഷമം ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ മാതാപിതാക്കൾ എന്തു തെറ്റു ചെയ്തവരാണെങ്കിലും ശരി, അവരെ ദോഷം ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പുറത്ത് മാപ്പ് ചെയ്യുന്നു. അവരെ ഈ കുഞ്ഞിന്റെ കൂടെ സ്വർഗത്തിൽ നിർത്തിക്കൊടുക്കണമെന്ന് അള്ളാഹു മലക്കുകൾക്ക് ഉത്തരവ് കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ബാപ്പയെയും ഉമ്മയെയും സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ ഈ കുട്ടി മതി. ഇനി മാതാപിതാക്കൾ നേരത്തെ സ്വർഗത്തിലാണെങ്കിലോ, ഈ കുഞ്ഞിനെ പോലെ തന്നെ മാതാപിതാക്കൾ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാവുന്ന സുഹൃതം ചെയ്തവരാണെങ്കിലോ, ഈ നല്ല പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ഗണത്തിൽപ്പെടും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഭൂമിയിൽ ദഅവത്തിനെ പോലെ പ്രാധാന്യമുള്ള മറ്റൊരു സംഗതിയില്ല. അതുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറഞ്ഞ ബല്ലിഉ അന്നി വലൗ ആയ എന്ന ആ പരിശുദ്ധമായ ഹദീസ് ആമുഖമായി സൂചിപ്പിച്ചത്. ദീനീ ദഅവത്തിനെ പോലെ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ടൊരു പണി വേറൊന്നില്ല. ജനങ്ങൾക്ക് വല്ലതും പഠിപ്പിച്ചു കൊടുക്കുന്ന മജ്ലിസ് സംഘടിപ്പിക്കുക. ഇബാദത്തിന്റെ മജ്ലിസിനേക്കാൾ പ്രധാനമാണ് ഇൽമിന്റെ മജ്ലിസ് എന്ന്. നമ്മുടെ ഇവിടെ വന്ന് ഇരിക്കുന്നതിനൊക്കെ പ്രതിഫലം കിട്ടുമെന്ന് നമ്മളെ പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതനുസരിച്ചുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനം ഏറ്റവും വലിയ ഇബാദത്താണ്. ഈ ഇബാദത്തിന് കളമൊരുക്കിയവരാരാവട്ടെ അവരൊക്കെ പുണ്യം ചെയ്തവരാണ്. അവർക്ക് മുഴുവൻ പടച്ച റബ്ബിന്റെ പ്രതിഫലം ലഭ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയുള്ള മാതാപിതാക്കളാണെങ്കിൽ പോലും ആ മാതാപിതാക്കൾക്ക് പടച്ച റബ്ബ് ചെയ്തു കൊടുക്കുന്ന ഗുണമാണ് അൽഹഖനാ ബിഹിം ദുർരിയതഹും. ആ കുഞ്ഞുങ്ങളെ ശരിക്കും അവരുടെ കൂടെ കൂട്ടിക്കൊടുക്കും. നമ്മളിപ്പോ മരിച്ചു പിരിഞ്ഞ് സ്വർഗത്തിൽ നമുക്ക് സ്വർഗം കിട്ടിയെന്ന് വിചാരിക്കും. നമ്മൾ അള്ളാഹുവിന്റെ പരലോകത്ത് സ്വർഗത്തിൽ എത്തിയെന്ന് തന്നെ ഇരിക്കാം. പക്ഷെ നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ കൂടെ വേണം. നമ്മളിൽ ആരെങ്കിലും ഒരാൾക്ക് വലിയൊരു സൗഭാഗ്യം കിട്ടിയെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ ഈ ഭൂമിയിലെ അവസ്ഥ നോക്ക്, നമുക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം കിട്ടിയെന്നിരിക്കും, എന്തെങ്കിലും നമുക്ക് വലിയൊരു സന്തോഷം. ആ സന്തോഷം നമ്മൾ ആദ്യം നമ്മളെ വീട്ടുകാരുമായി പങ്കുവെക്കുമല്ലോ. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുമായി പങ്കുവെക്കുമ്പോഴേ അതൊരു സന്തോഷമാവും. നമ്മൾ ഒറ്റയ്ക്ക് വിജനമായ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും എത്തിപ്പെട്ടു, നമുക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ കിട്ടി, സകല നിയമത്തും നമുക്ക് തന്നു, നമ്മൾ ഒറ്റയാണ്. ഒരാളോടും നമുക്ക് ആ സൗകര്യം പങ്കുവെക്കാനില്ല. ഒരാളും അത് കാണാനും ആസ്വദിക്കാനും അഭിപ്രായം പറയാനും ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സന്തോഷം കൊണ്ട് എന്താ മനുഷ്യനുണ്ടാവുക? ആ മനുഷ്യന് യാതൊരു സന്തോഷം ഉണ്ടാവില്ലല്ലോ. അവനെ സംബന്ധിച്ചിടത്തോളം അത് മുഴുവൻ ഒരു ഭാരമായിട്ടാ തോന്നുക. നേരെ മറിച്ച് അവനത് പങ്കുവെക്കാനും മറ്റുള്ളവർക്ക് മുമ്പിൽ പറയാനും ആസ്വദിക്കാനുമുള്ള മനുഷ്യ സഹജമായ അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടാലോ, ആ അവസ്ഥ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവനതിൽ ശരിക്കും സന്തോഷം ആസ്വദിക്കാന്ന് പറയും. സന്തോഷം ശരിക്കും ഉണ്ടായാൽ പോലെ അത് ആസ്വദിക്കാൻ കഴിയണം. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മൾ മരിച്ചു പിരിഞ്ഞ് സ്വർഗലോകത്ത് ചെന്നാൽ നമ്മുടെ മക്കളെയും നമ്മളെ ബന്ധപ്പെട്ടവരെയും മുഴുവൻ പടച്ച റബ്ബ് നമുക്ക് കൂട്ടിച്ചേർത്ത് തരും. അത് അള്ളാഹു അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. മാത്രമല്ല ആ മക്കളും കുട്ടികളും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആഖിറത്തിലെ ജീവിതത്തെ കുറിച്ച് പറയുന്നു.
അള്ളാഹു വളരെ ഗൗരവത്തോടു കൂടി നമ്മളെ പഠിപ്പിക്കുന്നു, അംദദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യസ്തഹൂൻ. അങ്ങനെ കുടുംബത്തോടൊപ്പം കൂടിയിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഏത് മാംസവും ഏത് പഴവും ആവശ്യമുള്ളതെന്തോ നിങ്ങൾക്ക് വാങ്ങുവാനും ഭുജിക്കുവാനും പടച്ചറബ് അവസരം തരുന്നു. ദുനിയാവിൽ വെച്ച് പടച്ചറബിനെ ധിക്കരിക്കാത്തവൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഭൂമിയിൽ വെച്ച് പടച്ചറബിനെ മോശപ്പെടുത്താത്തവൻ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് വൃത്തികേട് ചെയ്യാത്ത മനുഷ്യനുണ്ടോ ആ മനുഷ്യന് പടച്ചറബ് ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങളാണ്. എല്ലാ സൗകര്യങ്ങളും പടച്ചറബ് ആഖിറത്തവന് കൊടുക്കും. യതനാസഊന ഫീഹാ കഅസൻ ലാ ലഹും ഫീഹാ വലാ തഗ്തീം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൂറിൽ വളരെ മനോഹരമായി നാളെ പരലോകത്ത് നമ്മൾ ആസ്വദിക്കാനിരിക്കുന്ന ഗുണത്തെക്കുറിച്ച് പറയുന്നു. മരിച്ചു പിരിഞ്ഞുപോയ നല്ല കുടുംബത്തിലെ അംഗങ്ങൾ ഒന്നിച്ചിരുന്നുകൊണ്ട് സന്തോഷിക്കുന്ന സന്തോഷമാണ് പറയുന്നത്. ഒറ്റക്കുള്ള സന്തോഷത്തെക്കുറിച്ചല്ല ഖുർആനാ പറയുന്നത്. യതനാസഊന ഫീഹാ കഅസാ. അവർ നല്ല മദ്യചഷകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ദുനിയാവിൽ വെച്ച് മദ്യം കഴിക്കാത്തവൻ, അല്ലാഹു ഹറാമാക്കിയ വൃത്തികെട്ട പ്രവർത്തനം ഇവിടെ വെച്ച് ചെയ്യാത്തവൻ, അവൻ നാളെ മരിച്ചു പിരിഞ്ഞ് സ്വർഗത്തിൽ ചെന്നാൽ യതനാസഊന ഫീഹാ കഅസൻ ലാ ലഹും ഫീഹാ വലാ തഗ്തീം. അനാവശ്യ സംസാരമോ പാപമോ വൃത്തികെട്ട പ്രവർത്തനങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. മദ്യചഷകങ്ങൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. നാളെ പരലോകത്ത് ചെന്നുകൊണ്ട് സ്വർഗലോകത്തിൽ പടച്ചറബ് നമുക്ക് ഒരുക്കി വെച്ച മദ്യമുണ്ട്. ഭൂമിയിൽ മദ്യം കഴിക്കാത്തവനത് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അത് കുടുംബത്തോടൊപ്പം ഇരുന്നുകൊണ്ട് പരസ്പരം കൈമാറി കഴിക്കും. മാത്രമല്ല അവർക്ക് പടച്ചറബ് നൽകുന്ന സന്തോഷം ഖുർആൻ പറഞ്ഞു, വയതൂഫൂന അലൈഹിം ഇൽമാനുൻ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. മറച്ചുവെക്കപ്പെട്ട മുത്തുപോലുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ അവരെ സേവകന്മാരായി അവർക്ക് ചുറ്റുമിങ്ങനെ നടക്കും. അവർക്ക് എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കാൻ, ആവശ്യമുള്ളത് കൊണ്ടുവന്ന് കൊടുക്കാൻ, അവരെ നിർദ്ദേശങ്ങളൊക്കെ നടപ്പാക്കാൻ നല്ല കൊച്ചു കുട്ടികൾ അവർക്ക് വേണ്ടി സൗകര്യപ്രദമായ സേവനത്തിന്. ആ സമയത്ത് ഫഅഖബല ബഅ്ദുഹും അലാ ബഅ്ദിൻ യതസാഅലൂൻ. ആ സന്ദർഭത്തിൽ സ്വർഗത്തിൽ കുടുംബസമേതം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആ ആളുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ ചിലരങ്ങോട്ടും ഇങ്ങോട്ടും ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിൽപ്പെട്ട ഒരു ചോദ്യം പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. എന്താണ് ആ പറഞ്ഞ മറുപടി?